അപ്പോൾ അങ്ങനെ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് മയിലാടും പാറയിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ വഴി അത്രയും നല്ല വിശാലമായിട്ട് വെട്ടിത്തെളിച്ച് കാട് പറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു വീഡിയോ ആക്കി ചെയ്തുകൊണ്ട് അങ്ങ് പോകാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ആക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇത് വിളയാണ്, അപ്പുറത്ത് അത് കാടാണ്. ഇതാണ് രണ്ടിൻ്റെയും ബോർഡർ. അവിടെ കൂടി ജണ്ടയൊക്കെ കെട്ടി വെച്ചിട്ട് അപ്പുറം കാടും ഇപ്പുറം വിളയുമാകുന്നു. ഇവിടെ നിന്ന് ഞാനിതുവരെ വന്നപ്പോൾ ഇവിടുത്തെ ഇത് കാടൊക്കെ വയല കാടൊക്കെ വെട്ടിപ്പറച്ച് നല്ല വിശാലമാക്കി ഇട്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കി ചെയ്ത് കളയാമെന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് പോവുകയാണ്. അതായത് ഞാൻ കുറേ കാലമായി, ഏകദേശം 1 മാസത്തോളം ആയിരുന്നു അങ്ങനെ മയിലമ്പാറയിലോട്ട് പോയിട്ട്. എന്നാൽ പിന്നെ രാവിലെ മയിലമ്പാറയിലോട്ടങ്ങ് പോയി കളയാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ആണ് ഞാൻ പോകുന്നത്. കണ്ട, അവിടെ ജണ്ട ഇരിപ്പുണ്ട്. അവിടെ നിന്ന് അതിൻ്റെ അപ്പുറത്തോട്ട് വിളയും ഇപ്പുറത്തോട്ട് കാടുമാകുന്നു. വിശാലമായ വഴികളാണ് എന്നൊന്നും വിചാരിക്കരുത്. അതിക്രൂരവും പൈശാചികവുമായ വഴിയാണ് ഇവിടെ ഉള്ളത് മൊത്തം. ഞാൻ നേരത്തെ കൊണ്ടിട്ടിരിക്കുന്ന തോർത്താണത്. ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ നേരത്തെ ഇവിടെ വന്ന് നിന്നിട്ടാണ് ഞാൻ തമ്പനയിലിൻ്റെ ഫോട്ടോ എടുത്തത്. നേരത്തെ അപ്പുറത്ത് അതായിരുന്നു വഴി. ഇപ്പം ഈ വഴിയിലോട്ട് കാടൊക്കെ വെട്ടിപ്പറിച്ച് ഇപ്പം ഈ വഴി ഇവിടെ കൂടി ആക്കിയിട്ടുണ്ട് വഴി. പക്ഷേ അതിവിശാലം. വാവോ, ഇത് വണ്ടിയൊന്നും വരുന്നില്ല, ബൈക്ക് പോകും അത്യാവശ്യം. കണ്ട, ഈ കഴിഞ്ഞൊരു വൻ കാറ്റിന് അവിടുത്തെ ഒരു വൻ മരം ഇടിഞ്ഞ് വീണിരിക്കുകയാണ് തറയിൽ. ഏകദേശം ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് വരെ ഇവിടെ ആനക്കൊള്ള ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. അങ്ങനെ അതൊന്നും വകവയ്ക്കാതെ ചെയ്താൽ പണി. അങ്ങനെ ചെറിയൊരു കയ്യബദ്ധം പറ്റിയിരിക്കുകയാണ്. തൊപ്പി വെച്ചിട്ടൊരു വെട്ടമില്ല, അല്ല അതിങ്ങോട്ടായതുകൊണ്ടാണ്. ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ കൈ തെറ്റിയിട്ട് വീഡിയോ അങ്ങ് കട്ടായിപ്പോയി. പിന്നെ ഞാൻ ഒന്നേന്ന് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു. പക്ഷേ മനോഹരമായ വഴികൾ, ആനയും പോത്തൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറേ കാലമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. പക്ഷേ ഇവിടെ പേടിക്കാനൊന്നുമില്ല, വെറിയായതുകൊണ്ട് പകലൊന്നും ഇവിടെ ഒന്നുമില്ല. ഏകദേശം ഒരു 200-300 മീറ്റർ വിളയിൽ നിന്ന് മയിലാടുംപാറ വരെ നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള വഴിയാണെങ്കിൽ വിളയിൽ നിന്ന് തേക്കൽ കാണാം. അതുകൊണ്ട് ഇവിടെ ഒന്നിനെയും പേടിക്കാനില്ല. അതുകൊണ്ട് ആ ഒരു ധൈര്യമുള്ളത് കൊണ്ട് മാത്രം ഞാനിങ്ങനെ ഇത്രയും കോൺഫിഡൻറ്റോടും ഇത്രയും ധൈര്യത്തോടും നടന്നു പോവുകയാണ്. തൊപ്പി അങ്ങ് വെച്ച് കളയാം, കൊണ്ടുവന്ന സ്ഥിതിക്ക് വെച്ച് കളയാം. ഞാൻ രാവിലെ 9 എന്തരായി, 9-10 മണിയായി. ഇതുവരെ ഞാൻ പല്ല് വെച്ചില്ല. എന്നാൽ പിന്നെ പോയിട്ട് പല്ല് വെച്ച് കളയാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞാൻ പേസ്റ്റും ബ്രഷും എടുത്തിട്ടുണ്ട്. ആരോ ബൈക്കിൽ പോയിരിക്കുന്നു. തൊപ്പി വെച്ചോണ്ടാണെന്നല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ. തിരിച്ചു വെച്ച് നോക്കാം. അയ്യോ, ഇവിടെ ഒന്നും ഇല്ലാത്ത കോളാണ്. ബൈക്ക് വന്നിട്ട് തിരിച്ചു പോയെന്ന് തോന്നുന്നു. മഴ സമയത്ത് ആനയുടെ വികാര കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. ഇതാ ഒരു പരുന്ത് പോകുന്നു. കുറേ കാലമായിട്ട് ഇവിടെ ഒരു പരുന്ത് വന്ന് കിടന്ന് കറങ്ങുന്നുണ്ട്. എത്ര കോഴീനെന്നറിയാമോ പരുന്തടിച്ചുകൊണ്ട് പോയത്. ഇവിടെയാണ് നമ്മുടെ ടേണിങ് വരുന്നത്. ഇവിടെ കൂടി നേരെ പോയാൽ മയിലമ്പാറയുടെ മണ്ട പോവാം. ഇവിടെ കൂടി പോയാൽ നേരെ താഴെ ഇറങ്ങാം. ഈ വഴി അങ്ങനെ തെളിച്ചിട്ടിടക്കുന്നതുകൊണ്ട് ഞാൻ ഈ വഴി കൂടി ഒന്ന് താഴെ ഇറങ്ങി നോക്കാൻ പോവുകയാണ്. ഞാൻ ഈ വഴി കൂടി പോയിട്ട് വർഷങ്ങളായെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഞാൻ ഇടയ്ക്കൊക്കെ മയിലമ്പാറ പോകാറുണ്ട്. പാറയിലൂടെ ഒന്ന് ഇറങ്ങാറുണ്ടായിരുന്നു.
ഇപ്പോൾ ഈ ഡാമിൽ വെള്ളം വറ്റി ഇറങ്ങിയെന്നൊക്കെയാണ് ആരൊക്കെയോ പറഞ്ഞു കണ്ടത്. ഞാൻ ഈ ഏരിയയിലോട്ട് വന്നിട്ട് കാലം കുറേ ആയി. ഞാൻ വന്ന കാലത്തൊക്കെ വെള്ളം വറ്റിയില്ല. വെള്ളം കയറി കിടന്നിരുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അവിടെ കൂടി ഇനി ചെന്ന് നോക്കിയാൽ തന്നെ അറിയാം. എവിടെ നിന്നാൽ കാണാം വിശാലമായിട്ട്. അങ്ങനെ ഫോണ് തിരിച്ചാടി വീണ്ടും വീഡിയോ കട്ടായിരിക്കുകയാണ്. ഞാൻ ഒറ്റ ഷോട്ടിൽ മൊത്തത്തിൽ അങ്ങ് തീർക്കണമെന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ മൊത്തത്തിൽ വെട്ടിമുറിച്ച് കളയേണ്ടി വരുമല്ലോ. പക്ഷേ വിജനമായ കാട്. മഴ സമയത്തൊക്കെ ആന തപ്പിയാലും ആനയുടെ വാല് തപ്പാത്ത ഇടങ്ങൾ. അവിടെ ഒരു പറ കണ്ടു. ആനയൊന്നും അല്ലല്ലോ. അസംഭവ്യം. പ്രകൃതി നമുക്കെതിരാണല്ലോ. ഒരു മരം വീണ് കിടക്കുന്ന വഴിയിൽ. അയ്യോ, പിന്നെ എനിക്കൊന്നൊരു വിഷയമില്ലാത്തതുകൊണ്ട് അയ്യോ, അവിടെ കൂടി എന്താണ്ടോ ഓടുന്നു. വല്ല പാറയ പഴമണിയായിരിക്കും. ഈ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടി നടന്നു പോകാൻ പറ്റുമെന്നൊക്കെയാണ് ആരൊക്കെയാണ് തള്ളി മറിച്ചത്. പക്ഷെ അക്കരയൊന്നും കണ്ടിട്ട് ഇറങ്ങി നടക്കാൻ ഇവിടത്തെ ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള സ്ഥലമായില്ലെന്നാണ് എൻ്റെ തോന്നൽ. എന്തായാലും പോയി നോക്കുക തന്നെ. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. എന്തൊരു വിശാലത. നല്ല ഹൃദയ വിശാലമായ സ്ഥലം ഇത്. ഡാം രാവിലത്തെ കോളായോണ്ട് നല്ല അന്തരീക്ഷം. ആരാണ്ടൊക്കെയോ പറഞ്ഞത് ശരിയായിരിക്കുന്നു. ഹൃദയ വിശാലത. രാവിലെ ആയതുകൊണ്ട് നല്ല സീനറി. പണ്ടാരാണ്ടാ പറഞ്ഞത് ശരി തന്നെ. പണ്ടല്ല, വെള്ളം വലിഞ്ഞിറങ്ങിയിട്ട് സൈഡിലൂടെ നടക്കാൻ പറ്റുമെന്ന് ആരോ പറഞ്ഞത് ശരിയാണെന്നുള്ള തുണിയില്ലാത്ത രഹസ്യം ഞാനങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു. സൈഡിൽ കൂടി നടക്കാം. ഞാൻ അവസാനം വന്നതിൻ്റെ അന്ന് അങ്ങ് മൊത്തം മുട്ടി. ഇത് മൊത്തം മുട്ടി കിടക്കണം. ആ മരത്തിൻ്റെ മൂട്ടിൻ്റെ അങ്ങേറി കിടക്കുന്നത്. സൈഡിലൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം 1 മാസം മുമ്പ്. 1 മാസം ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നപ്പോൾ ഒരുപാട് അങ്ങ് മാറി. അപ്പോൾ ഞങ്ങൾ ഡാമിലോട്ട് അയ്യോ വയലാടും പാറയിലോട്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. പാറ അപ്പുറത്താണ്. ഞാനിപ്പുറത്ത് വഴിയിലിറങ്ങിയിട്ട് കണ്ട ഇതാണ് വഴി. അയ്യേ ചളി. ഇതാണ് വഴി. അങ്ങനെ നോക്കിയാൽ കണ്ടോടല്ലോ. ഈ വഴി കൂടിയാണ് വന്നത്. പണ്ടേയുള്ള വഴിയാണ് ഇത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഡാമൊക്കെ ഇവിടെ കെട്ടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന വഴി എന്നാണ് തോന്നുന്നത്. അവിടെ കൂടി വന്ന് ഈ വഴിയിലൂടെയാണ് ഇറങ്ങി വന്നത്. ഇവിടെ മരം വന്ന് അടഞ്ഞപ്പോഴാണ് അപ്പുറത്തോട് വഴിയാക്കിയത്. പക്ഷേ പണ്ടത്തെ വഴിയാണിത്. ഈ വഴി ഇങ്ങനെ അങ്ങ് താഴെ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് നിരന്ന സ്ഥലമാണ്. ആ പാറയിലേക്ക് അടിയിൽ ഏകദേശം അങ്ങ് ആറ്റിലെത്തുന്നത് വരെ ഏതോ ഒരു 5-6 കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ വെള്ളമെല്ലാം ഇപ്പോൾ എത്ര മുട്ടി കിടക്കില്ല. ഇതിങ്ങനെ വലിഞ്ഞ് അങ്ങ് താഴെ ഇറങ്ങി ഏകദേശം ആറ്റിൻ്റെ കര വരെ എത്തി. ആറ്റിലെത്തിയില്ല, ആറ്റിൻ്റെ കര വരെ അതിൻ്റെ താഴത്തൊരു നിരന്ന സ്ഥലം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ആയിരുന്നു കാണാൻ രസം. ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു. അങ്ങ് താഴെ എവിടെയോ ഒക്കെ വെള്ളം കിടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ സൈഡിലൂടെ നടക്കുകയാണ്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുത്തന്നെ വിളിച്ചപ്പോൾ അവന് ഭയങ്കര മാനസാന്തരം. അവൻ എന്നോട് സഹകരിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ്. പിന്നെ വഴിയിൽ അവിടെ വന്നൊരു ഫോട്ടോ എടുത്ത് അവനെ അങ്ങ് പറഞ്ഞു വിട്ടു. അയ്യോ ചളി അയ്യേ. ഇതിൻ്റെ സൈഡിൽ മൊത്തം മണ്ണിരയാണ്. മണ്ണിരില്ല അവിടെ ഉണ്ടിരിക്കുന്നത്. മണ്ണിര അതിനകത്തൊരു ഗോലി. അങ്ങനെ ഒരു ഗോലിയാണ് ഇട്ടിരിക്കുന്നത്. ഫ്രഷ് ഗോലി. അതെന്തിനാ അവിടെ തന്നെ ഇരിക്കട്ടെ.
ആയി. പക്ഷേ വിശാലത എന്ന് പറഞ്ഞാൽ വിശാലത അതിഗംഭീരം. രാവിലെ ആയിട്ട് ആരും ചൂണ്ടയിടാനൊന്നും വന്നില്ലെന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ കൂടെ അട്ട പോകുന്നു. ഇവിടെ വാ, മനോഹരമായൊരട്ട. ക്ലിങ് ക്ലിങ് ക്ലിങ്. വൃത്തികേട്. അതങ്ങനെ പോട്ടെ. ഞാനിതിൻ്റെ ഈ നേരെ അങ്ങ് താഴെ വലിയ ഒരു പാറയാണ്. അവിടേക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും. ഇവിടെയൊക്കെ വലിയ ആഴമില്ലാത്ത സ്ഥലങ്ങളാണ്. അതിൻ്റെ ഇവിടെയാണ് പാറയും പാറാക്കൂട്ടങ്ങളുമാണ് ഈ ഏരിയ മൊത്തം. ഞാൻ അവസാനം വന്നപ്പോൾ ഇതുപോലെ ആ മരത്തിൻ്റെ മൂടടക്കം കയറി കിടക്കണ വെള്ളം. സൈഡിലൂടെ നടക്കാൻ പറ്റൂലായിരുന്നു. 1-1.5 മാസം കൊണ്ട് ഒരുപാട് മാറി കേട്ടോ ഇവിടെ. അല്ല, വെള്ളം ഒരുപാട് വലിഞ്ഞങ്ങ് ഇറങ്ങി. ഇനിയിപ്പോൾ ഇതിന് അവിടെ കൊണ്ടുവച്ച് ഈ വീഡിയോ നിർത്തി കയറിപ്പോവാം. താമസിയാതെ ഇപ്പോൾ ഈ സൈഡിൽ വെക്കാൻ പറ്റും, മണ്ണിരയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് താമസിയാതെ ഒന്ന് ചൂണ്ടയിടാൻ വരാം എന്നൊരു പ്ലാൻ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി മറയുന്നു. അയ്യോ എല്ലാം കൂടി ഇപ്പോൾ വെള്ളത്തിൽ കിടന്നേന്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കിക്കളയാം. വെയിൽ ഉച്ചയായ വെയിലൊക്കെ ഈ ഭാഗത്ത് സൂര്യൻ വരുമ്പോൾ ഈ ആരെയിലൊന്നും വന്ന് നടാൻ പറ്റില്ല. അയ്യോ, വന്നെടുക്കാൻ പറ്റും. ഇവിടെ ആരെല്ലാം ചൂണ്ടയിടാനുണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ അവരെ അങ്ങ് ശല്യപ്പെടുത്തണ്ട. ഇവിടെ അങ്ങനെ ആരെയും കാണാനില്ല. എന്തൊരു നല്ല ഹൃദയ വിശാലമായ മീൻ കുഞ്ഞുങ്ങൾ. ഇതിനെവിടെ വെക്കട്ടെ. മീൻ കുഞ്ഞല്ല നോക്കട്ടെ. അത്യാവശ്യം ചോറ് എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ വന്നേനെ. ഇരുട്ട് കുരുട്ട് അവിടെ നിൽക്കുന്നത് ഞാനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ബോണക്കാടാണ്. സൂം ചെയ്ത് കണ്ട ഒന്നും കണ്ടുകൂടാ, അതുകൊണ്ട് ചെയ്യുന്നില്ല. അവിടെ ബോണക്കാട്, ഇവിടെ പൊന്മുടി, പിന്നെ ഈ നേരെ പേപ്പാറ ഡാം, അങ്ങോ മേലെ വെള്ളക്കോട്. ഇത് മയിലാടുംപാറ. ഞാൻ എന്തായാലും എൻ്റെ മണ്ടയ്ക്ക് കയറുന്നില്ല. മണ്ടയ്ക്ക് കാണുന്നതല്ല. ഇതിവിടെ വെച്ച് വീഡിയോ നിർത്തി. അതുകൊണ്ട് അങ്ങ് മണ്ടയിൽ പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ കാണാനും കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടൊരു പൂവല്ലേ പോയത്. കാണാനും കാണിക്കാനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും എല്ലാം പറഞ്ഞതുപോലെ അപ്പോൾ ഇനി വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. പുതിയ വീഡിയോ ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.